ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാൽ ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഏവരെയും അത്ഭുതപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. കാരണം റയലിനെ അവർ സമനിലയിൽ തളച്ചു. മാത്രമല്ല മാഞ്ചസ്റ്റർ സിറ്റിയെ അട്ടിമറിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിനോട് പരാജയപ്പെട്ടുകൊണ്ട് അൽ ഹിലാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. മുൻപ് ഇന്റർ മിലാനെ പരിശീലിപ്പിച്ച സിമോൺ ഇൻസാഗിയാണ് നിലവിൽ അൽ ഹിലാലിന്റെ പരിശീലകൻ. ഏതായാലും സൗദി അറേബ്യൻ മാധ്യമങ്ങൾ അൽ ഹിലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായി കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മാൽക്കത്തിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ അൽ ഹിലാൽ ഉള്ളത്. ഈ രണ്ട് പാർട്ടികളും ബന്ധം തുടർന്ന് കൊണ്ടുപോവാൻ നിലവിൽ ആഗ്രഹിക്കുന്നില്ല. കളിക്കളത്തിനകത്തും പുറത്തുമുള്ള വിഷയങ്ങളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും പുറത്തായതിന് പിന്നാലെ മാൽക്കം അൽ ഹിലാലിന്റെ തന്നെ ചില ആരാധകരുമായി തർക്കിച്ചിരുന്നു. സ്റ്റേഡിയത്തിൽ നിന്നാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ വീഡിയോ പുറത്തു വരികയും ചെയ്തിരുന്നു. ക്ലബ്ബുമായും ആരാധകരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഇതോടുകൂടി പൂർണ്ണമായും വഷളായിരുന്നു, തകർന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കുന്നതിനാണ് അൽ ഹിലാൽ മുൻഗണന നൽകുന്നത്. മാത്രമല്ല വലിയ അഴിച്ചുപണിക്കുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് ഉള്ളത്. അതായത് ഇൻസാഗി തൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ടീം പടുത്തുയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ റനാൻ ലോധി, കയോ സെസാർ, മിട്രോവിച്ച് എന്നിവർക്കൊക്കെ ചിലപ്പോൾ ക്ലബിൽ നിന്നും പുറത്ത് പോവേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. ഇൻസാഗിയാണ് ഇവരുടെ കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുക. എന്നിട്ട് ഇൻസാഗിക്ക് താല്പര്യമുള്ള ചില താരങ്ങളെ അദ്ദേഹം ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും മാൽക്കം ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത. ഈ ബ്രസീലിയൻ താരത്തിന് പുതിയ ഒരു ക്ലബ്ബ് ആവശ്യമായി വരും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.